ചോദിക്കാൻ നീണ്ടുകൊണ്ടാണ്. ഇപ്പൊ ഈ എം.ആർ. അജിത്കുമാറുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആക്ഷേപം ഉയർത്തി. ഇപ്പം ശരിക്കും ആഭ്യന്തര വകുപ്പിനെ തന്നെയാണ് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. അപ്പൊ മുഖ്യമന്ത്രി അടക്കം പ്രതിരോധത്തിലാണല്ലോ. താങ്കൾ ഇടതുപക്ഷ MLA ആണ്. മുഖ്യമന്ത്രി എന്തിനാ പ്രതിരോധത്തിലാവുന്നത്? അദ്ദേഹം അന്വേഷണം പ്രഖ്യാപിച്ചു, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു IPS-കാരനെ സസ്പെൻഡ് ചെയ്തു, അതിന് കൂട്ടുനിന്ന് മറ്റൊരു IPS-കാരനെ ട്രാൻസ്ഫർ ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ബന്ധത്തിൽപ്പെട്ട ചില DYSP-മാരെ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ ഇതാ SIT-യുടെ ഹെഡ് എന്ന നിലക്ക് DGP നൽകിയ ശുപാർശ ഗവൺമെൻറ് അംഗീകരിച്ച് അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ മുഖ്യമന്ത്രി പ്രതിരോധത്തിലാവേണ്ട കാര്യം എന്താ? അങ്ങനെ ഒരു വിഷയത്തിൽ ഒതുക്കുന്നില്ലല്ലോ. അല്ല, അതിന് പിന്നാലെ തന്നെ പിന്നെ ബാക്കി നടപടികളിലേക്ക് കടന്നു. DGP അന്വേഷിക്കുന്നു, വിജിലൻസ് അന്വേഷണം DGPക്കെതിരെ പ്രഖ്യാപിച്ചു, ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. പക്ഷേ വീണ്ടും ഇവർക്കെതിരെ എം.ആർ. അജിത്കുമാറിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെതിരെയും ആക്ഷേപം, പരാതി അല്ലെങ്കിൽ ആക്ഷേപം ഉയരുമ്പോൾ മുഖ്യമന്ത്രിയാണല്ലോ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുന്നത്. ഇല്ല, മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അക്കോർഡിംഗ് ടു മൈ നോളജ് അദ്ദേഹം എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം സത്യസന്ധമായും ആത്മാർത്ഥമായും നിർവഹിച്ചിരുന്നെങ്കിൽ ഇപ്പം ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രതിസന്ധിയെ വരുന്ന പ്രശ്നമേ ഇല്ല. ഈ ഗവൺമെൻറ്റിനെയും ഈ പാർട്ടിയെയും ഈ മുന്നണിയെയും ഈ ഒരു അവസ്ഥയിൽ പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അത് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. തീർച്ചയായിട്ടും അതിൻ്റെ തർക്കം ഈ പ്രതിസന്ധിയിലുണ്ടല്ലേ. ഇപ്പം ഈ പ്രതിസന്ധി വന്നതല്ലേ ഈ കോലത്തിൽ ആവുന്നത്. ഇതൊരു പ്രതിസന്ധിയല്ല. ഈ ഒരു എന്താ പറയുക സമൂഹത്തിൻ്റെ അടിയിൽ ഒരു മാനക്കേടിലേക്ക് ഈ ഗവൺമെൻറ്റിനെ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇതിലും വലിയ പ്രതിസന്ധിയൊക്കെ ഗവൺമെൻറ് തരണം ചെയ്തിട്ടുണ്ട്. ഇതൊരു മാനക്കേട്, ഒരു ചീഞ്ഞ കേസായിപ്പോയി. ഇങ്ങനെ ഒരു ചീച്ചിൽ ഈ ഗവൺമെൻറ്റിനോ ഈ പറയുന്ന മുന്നണിക്കോ ഈ പാർട്ടിക്കോ വരാതിരിക്കാൻ്റെ കാവലാളായിട്ടാണ് അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരുത്തിയിട്ടുള്ളത്. അത് അദ്ദേഹം നിർവഹിച്ചിട്ടില്ല. അതിൽ അദ്ദേഹം പരാജയമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് വേറെ എന്തെങ്കിലും അജണ്ട ഉണ്ട്. അദ്ദേഹം കഴിവില്ലാത്ത വ്യക്തിയൊന്നുമല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കഴിവും ശേഷിയും അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വവും കാഴ്ചപ്പാടുകളും കണക്കിലാക്കിയിട്ടാണ് പാർട്ടി ഈ ഒരു പൊസിഷനിൽ ഇരുത്തിയത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ വീഴ്ചകൾ പറ്റുമോ? അവിടെയാണ് അദ്ദേഹത്തിന് വേറെ അജണ്ടയുണ്ടോ എന്ന് ആലോചിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നില്ലല്ലോ. എവിടെ പ്രതിസന്ധിയിലാക്കുന്നു? പാർട്ടിക്ക് എന്നതിലെ ഉത്തരവാദിത്വം. ഞാൻ പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും വേണ്ടിയിട്ട് ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാതെ അതിനെ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് പൂഴ്ത്തി വെച്ച് പൊതുസമൂഹത്തിൽ വരുന്ന MLA-മാരായാലും പാർട്ടിയുടെ എന്താ പറയുക ജില്ലാ സെക്രട്ടറിക്ക് താഴെയുള്ള നേതാക്കന്മാരായാലും പഞ്ചായത്ത് പ്രസിഡന്റുമാരായാലും എന്താ പറയുക കോർപ്പറേഷൻ്റെ ചെയർമാൻമാരായാലും മുനിസിപ്പൽ ചെയർമാൻമാരായാലും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഏരിയ സെക്രട്ടറിമാരായാലും ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് CM-നെ കാണേണ്ട ഒരു കാര്യമാണെങ്കിൽ ഒരാളെ അദ്ദേഹം കടത്തിവിടാറില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരാളെ. അത് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ തന്നെ CM തിരക്കില്ലെന്ന് പറയും. അങ്ങനെ CM-ഉം പൊതുസമൂഹവും പാർട്ടിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു മറയായിട്ടാണ് ഈ ശശി നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? താഴേക്കടയിൽ നിന്ന് വിവരം കിട്ടില്ലേ പാർട്ടിക്ക്, CM-ന്? അതുണ്ടായിട്ടില്ല.